എന്നെ അമ്മയെപ്പോലെ വിചാരിച്ച് സത്യം പറയണം. അദ്ദേഹം നീ മകനെ പോലെ വളർത്തിയത് കാരണമല്ലേ നീ അച്ഛനെന്ന് വിളിക്കുന്നത്? അങ്ങനെയല്ല, ഞാൻ അദ്ദേഹത്തിന് സ്വന്തം മകനാണ്. കണ്ണ, എവിടെയും നിന്റെ വീട്? തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത്. അദ്ദേഹം വീട്ടിലേക്ക് വരാറുണ്ടോ? വരാറുണ്ടോന്നു? അദ്ദേഹം അവിടെ തന്നെയല്ലേ താമസം. ഓരോ ആഴ്ചയും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. വന്നെന്ന് തോന്നുന്നു. ഞാൻ അല്പം ലേറ്റായിട്ട്. ലക്ഷ്മിയമ്മ ഇരുന്നാട്ടെ. ഞാൻ വരുന്ന വഴി ഒരു ആക്സിഡന്റ്. ഒരു ലോറി മരത്തിൽ മുട്ടി. അതിന്റെ ഡ്രൈവറെ ഞാൻ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു. വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് വരാൻ താമസിച്ചു പോയത്. അപ്പോ കാപ്പിയൊക്കെ കുടിച്ച് കാണുമല്ലോ. കാപ്പിയൊക്കെ പിന്നെ കുടിക്കാം. നമസ്കാരം. നിങ്ങളെ കാണാൻ വിരുന്നുകാരായിട്ടുണ്ട്. പോയി നോക്കിയിട്ട് വരണം. വിരുന്നുകാര്? നിങ്ങളാണെങ്കിൽ ഇവിടുത്തെ വിരുന്നുകാര്. വേറെ ആര്? വേറെ ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട്. രാജശേഖരൻ നേരെ പോയി നോക്കിയിട്ട് വരി. ഓമനി, ആരാ വന്നത്? ആരാ ചേച്ചി? നീ തന്നെ പോയി നോക്ക്. കണ്ണാ, നീ ഇവിടെ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ അച്ഛാ. നിനക്കെങ്ങനെ മനസ്സിലായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്? ഇതാ നോക്കൂ. ആദ്യം ഈ ചെറുക്കൻ ആരാണെന്ന് എന്നോട് പറയണം. എന്നോടൊന്നും മുളച്ചു വെക്കരുത്. എന്തായാലും സത്യം എന്നോട് പറയണം. കണ്ണാ, നീ ആരാണെന്ന് ഇവരോട് പറഞ്ഞു? അവൻ പറഞ്ഞതല്ലേ എനിക്കറിയേണ്ടത്. നിങ്ങൾ പറയണം. അവൻ എന്തൊക്കെയോ പറഞ്ഞു. അത് സത്യമാണോ എന്ന് എനിക്കറിയണം. നീ എന്തൊക്കെയാണ് മോനെ ഇവരോട് പറഞ്ഞത്? ഞാൻ ആരാണെന്നും നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അച്ഛന്റെ മകനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ അച്ഛൻ? നീ പറഞ്ഞത് മുഴുവൻ ശരിയാണ്. തമാശ പറയാനുള്ള സമയമല്ല. തിരുന്നുകാരല്ലേ അപ്പുറത്ത് കാത്തിരിക്കുന്നു. സത്യം പറ. ഞങ്ങളുടെ ഭയങ്കര സത്യം. ആരാണ് ചെറുക്കൻ? നോക്കൂ, എനിക്ക് ഈ കുട്ടിയോട് അല്പം പോലും ദേഷ്യമോ വെറുപ്പോ ഇല്ല. നിഷ്കളങ്കനായ ഈ കുട്ടിയെ ഞാൻ എന്റെ സ്വന്തം മകനായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരു പക്ഷേ നിങ്ങളിവനെ സ്വന്തം മകനെ പോലെ വളർത്തിക്കൊണ്ട് വന്നതാണെങ്കിൽ പറയൂ, ഞാനിവനെ ഞാൻ പ്രസവിച്ച കുഞ്ഞായിട്ട് തന്നെ കരുതിക്കോളാം. എന്താ മിണ്ടാത്തത്? പറയൂ, വേഗം പറയൂ. ആരാണ് ചെറുക്കൻ? ഓമന, മറ്റൊരു സ്ത്രീയിൽ എനിക്ക് ജനിച്ച എന്റെ സ്വന്തം മകനാണ് കാണുന്നത്. പ്രിൻസിപ്പൽ സാർ ഇത് കേട്ടാ? രാജശേഖരൻ നായർ സ്വന്തം വായാലെ സ്വന്തം നാക്കുകൊണ്ട് പറയണം. ഞാൻ കേട്ടു. ആ പയ്യൻ അങ്ങനെയുള്ള സ്വന്തം മോനാണ്. വേറൊരു ഭാര്യയിലുണ്ടായതാണ്. നീ അപ്പുറത്തെ മുറിയിലേക്ക് വെച്ചത് എന്താ ഇത്? നിയന്ത്രണം വിട്ടാലും ചേച്ചി ഓമനൊന്ന് സമാധാനം. അവർ നമ്മൾ കാത്തിരിക്കുകയല്ലേ? ഇതാ മോനെ, 300 രൂപയുണ്ട്. ഫീസിനും ബുക്കിനൊക്കെ കൂടി ഇത് മതിയല്ലോ? മതി വെച്ചാ. ആ, അല്ലെങ്കിൽ ഇത് കൂടി ഇരിക്കട്ടെ. ശരി. മോനെ കണ്ണ, മോൻ വല്ലതും കഴിച്ചോ? സാരമില്ല അച്ഛാ, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. അപ്പൊ ഇത് മോന്റെ വീടല്ലേ? ചേച്ചി, ചേച്ചി, മോനിരിക്കും. ചേച്ചി ഇതിനൊന്നും കഴിച്ചിട്ടില്ല. ഞാനതിന് ചോദിക്കാൻ മറന്നും പോയി. ചേച്ചിക്ക് വല്ലതും കൊണ്ടുവരണം. ആ പിന്നെ ചേച്ചി, ഇവന് മധുരം വളരെ ഇഷ്ടമാണ്. ഓ, കൊണ്ടുവരാമല്ലോ. ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഇന്നത്തെ ആവശ്യത്തിന് ഇവിടെ ഉണ്ടാക്കിയ മധുരപലഹാരമെല്ലാം ഇവിടെ വെറുതെ ഇരിക്കല്ലേ? ഇവനെയും കഴിക്കട്ടെ. എന്താ മോനെ വല്ലാതിരിക്കുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് വെച്ചാ? എന്താ അങ്ങനെ ചോദിച്ചത്? ആ പോയതാണെന്നറിയാമോ മോനെ? എന്റെ ചേച്ചിയാണ്, മോന്റെ അമ്മായി. മക്കളെ, ഇങ്ങോട്ട് വരൂ. അങ്ങനെയൊന്നും പറയരുത്. ഇതാരാണെന്നറിയാമോ? മക്കളെ ചേട്ടനാണ്.
ചേച്ചി കുടിക്കാൻ കൂടി വല്ലതും കൊണ്ടുവരും. എന്താ വേണ്ടത്? കാപ്പിയോ ചായയോ? കാപ്പിയും ചായ അവൻ കുടിക്കാറില്ല, പാലാണ് അവൻ ഇഷ്ടം. പാലോ? ഓ, കൊണ്ടുവരാമല്ലോ. മോനെ, ഇതാ ജിലേബി നിനക്ക് വലിയ ഇഷ്ടമല്ലേ, കഴിക്ക്. നിങ്ങൾ എന്താ മക്കളെ നോക്കി നിൽക്കുന്നത്? മോനെ കഴിക്കില്ല. ഞങ്ങൾക്കൊന്നും വേണ്ട. ഇന്നാ മോനെ. ചേട്ടന്റെ ഒരു മുന്നേ കണ്ടില്ലേ? മുന്നേ എങ്ങനെയാണെന്നാലെന്താ അച്ഛൻ ആ ചെറുക്കനെ പിടിച്ചിരുത്തി സ്വീറ്റ് കൊടുത്ത് കൊഞ്ചിക്കുന്നത് കണ്ടില്ലേ? അത് കണ്ടപ്പോഴാണ് എനിക്ക് സങ്കടം വന്നത്. കണ്ണനാണ് ഉണ്ടക്കണ്ണൻ, ചൊക്കക്കണ്ണൻ, നമുക്ക് അച്ഛനെ കിട്ടൂല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അയാൾ ചേട്ടനായിട്ട് സമ്മതിക്കണോ വേണ്ട? അത് പറയാം. വേണ്ട. എന്താ വേണ്ടാത്തത്? നമ്മുടെ അച്ഛൻ തന്നെയല്ലേ അയാളുടെ അച്ഛൻ. പക്ഷെ നമ്മുടെ അമ്മ ഇല്ലല്ലോ അയാളുടെ അമ്മ. നമ്മൾ ചേട്ടനാണെന്ന് സമ്മതിക്കാതിരുന്നാൽ അച്ഛൻ ദേഷ്യപ്പെടില്ലേ? ദേഷ്യപ്പെട്ടാൽ ദേഷ്യപ്പെട്ടെ നമ്മുടെ അമ്മയെ കരയിപ്പിച്ച് ചേർക്കണേ. നമ്മൾ എങ്ങനെ ചേട്ടനെ സമ്മതിച്ചു കൊടുക്കും? എന്തെങ്കിലും തീരുമാനിക്കാൻ ഡ്രൈവർ സൂക്ഷിച്ചു പോണം. ഞാൻ പോട്ടെ അച്ഛാ. ശരി മോനെ, ബൈ. ഞാൻ പറയുന്നത് കേൾക്കൂ. മതി മതി, രണ്ടിടത്തോളം കേട്ട് കഴിഞ്ഞു. കല്ലെടുത്തു. കരഞ്ഞു കഴിഞ്ഞോ അതോ ഇനിയും ബാക്കിയുണ്ട്? നിങ്ങൾ ഇത്രയും ഹൃദയമില്ലാത്തവനാണെന്ന് ഇതുവരെ ഞാൻ കരുതിയിരുന്നില്ല. ആഴ്ചയിൽ കുറച്ചു ദിവസം അവിടെയും കുറച്ചു ദിവസം ഇവിടെയും താമസിക്കുന്നതിന്റെ രഹസ്യം ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. മനസ്സിലായല്ലോ. ഇനി എന്ത് വേണം? ഇനി എന്ത് വേണമെന്നോ? നിങ്ങൾ എനിക്ക് ഇത്രയും വലിയ ദ്രോഹം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. പറഞ്ഞോ എന്തിനു നിർത്തുന്നു? ഓഹോ, ഞാൻ പറഞ്ഞതാണോ തെറ്റായി പോയത്? ഒരു തെറ്റുമില്ല. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കേണ്ടതാണ്. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. ആരാണവൻ? എന്നിങ്ങനെ കണ്ണീർ കുടിപ്പിക്കുന്ന സ്ത്രീ ആരാണെന്ന്? എത്ര നാളായി നിങ്ങളുടെ ബന്ധം തുടങ്ങിയിട്ട്? സത്യം പറയൂ, എന്നിൽ നിന്നും ഒന്നും ഒളിച്ചു വെക്കരുത്. ഓമനി, നിനക്കെന്നെ അല്പം പോലും വിശ്വാസമില്ലല്ലേ? ഇത്രയും കാലം നിന്നെ എന്റെ ജീവന്റെ ജീവനായി സ്നേഹിച്ചിട്ടും. മതി മതി, നിങ്ങളുടെ ജീവന്റെ ജീവനായി എന്നെ സ്നേഹിച്ചത്. എന്നെ ഇത്രത്തോളം വേദനിപ്പിച്ചിട്ട് ഇനി വരികയാണ് പഴയ മധുരവാക്കുകളുമായി എന്നെ സമാധാനിപ്പിച്ച. എന്നോടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾ ഇത്രക്കാരനാണെന്ന് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയില്ല. ദയവായി എന്റെ അടുത്തുനിന്ന് പോകും. ഒരഗ്നിപർവ്വതം എന്റെ അന്നിൽ പുകയുകയാണ്. അത് എപ്പോഴാണ് പൊട്ടിച്ചരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നു കേൾക്കൂ. എനിക്ക് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കണമല്ലേ? നിങ്ങൾക്ക് പറയാനുള്ളത് അവളോട് ചെന്ന് പറയൂ. ഞാനും കുട്ടികളും സ്വയമായി എങ്ങനെയെങ്കിലും ഇവിടെ കഴിഞ്ഞോളാം. പോകൂ, ദയവായിരുന്നു പോകൂ. ഞാൻ പോകണമെന്ന് പോകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളോട് അവരുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചുകൂടി? ചോദിച്ചോളൂ, അതുകൂടെ ചോദിച്ചിട്ട് പോയാൽ മതി. അവർക്ക് ഞാൻ ഇവിടെ താമസിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ